ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 3D ക്രിസ്മസ് ട്രീ നിർമ്മിച്ച് നോക്കാം. അപ്പോൾ ഇത് PCB ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ സർക്യൂട്ട് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് ഇൻഡിവിജ്വൽ PCBs ആണ്. ഇത് ഒന്ന് മറ്റൊന്നിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈ ക്രിസ്മസ് ട്രീ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അധികം കമ്പോണൻസ് ഒന്നുമില്ല. രണ്ട് ഇൻഡിവിജ്വൽ ബോർഡായിട്ട് അസംബിൾ ചെയ്തതിന് ശേഷം ആണ് നമ്മളിത് കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ്. ഇതിൽ പ്രത്യേകിച്ച് സർക്യൂട്ട്സ് ഒന്നുമില്ല. ഒരു സ്വിച്ചും ഒരു പവർ കണക്ടറും മാത്രമാണ്. പിന്നീട് ഇത് ട്രീ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് അസംബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കമ്പോണൻസ് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, സർക്യൂട്ടിലേക്ക് ആദ്യമായിട്ട് സോൾഡർ ചെയ്യേണ്ടത് റെസിസ്റ്റേഴ്സാണ്. ഇതിനൂടെ 4.7Kയുടെ റെസിസ്റ്റേഴ്സും 100 ohmസിൻ്റെ റെസിസ്റ്റേഴ്സുമാണ് ഉള്ളത്. അപ്പോൾ അത് ആദ്യമായിട്ടൊന്ന് സോൾഡർ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ PCBയിൽ 10K റെസിസ്റ്ററാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് 4.7K ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ട് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ PCB അസംബിൾ ചെയ്യുന്നത്. ഓക്കെ, റെസിസ്റ്റേഴ്സിൻ്റെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കപ്പാസിറ്റേഴ്സാണ്. അപ്പോൾ ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ്, അതനുസരിച്ച് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 3 ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണുള്ളത്. അത് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തായിട്ട് സോൾഡർ ചെയ്യാനുള്ളത് S9014 ട്രാൻസിസ്റ്റേഴ്സാണ്. അത് 2 എണ്ണമാണ് സർക്യൂട്ടിലുള്ളത്. അത് ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് സോൾഡർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ കൊടുക്കണം. റൗണ്ട് ഷേപ്പ് വരുന്നിടത്ത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ തന്നെ കൊടുക്കുക. അടുത്തതായിട്ട് LED ആണ് സോൾഡർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ LED ഇങ്ങനെ L ഷേപ്പിൽ മടക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ സോൾഡർ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഈ താഴെ നിന്നും ഫസ്റ്റ് റെഡ് LED കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ യെല്ലോ LEDs 12 എണ്ണമാണുള്ളത്, റെഡ് LEDs 13 എണ്ണമാണുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിൽ ഒരു LED വരുന്നുണ്ട്. അത് ഈ റെഡ് LED ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ബോർഡിലേക്ക് ഇതുപോലെ തന്നെ ഇറക്കി വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ LED സോൾഡർ ചെയ്യുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതെ ഇതിൻ്റെ ലോങ് ലീഡ് പോസിറ്റീവും സ്മോൾ ലീഡ് നെഗറ്റീവും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ സോൾഡർ ചെയ്യണം, എങ്കിൽ LED വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, LEDs എല്ലാം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് മുകളിൽ നിന്ന് തന്നെ സോൾഡർ ചെയ്യാം. അതിനുശേഷം താഴെ സോൾഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ PCB കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പവർ സപ്ലൈ കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സെക്ഷൻ അസംബിൾ ചെയ്ത് പവർ സപ്ലൈ കൊടുത്തപ്പോൾ ഗ്രീൻ LEDs തെളിയുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ കൂടി അസംബിൾ ചെയ്തതിന് ശേഷം അത് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ രണ്ട് ബോർഡിൻ്റെയും അസംബ്ലിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്
ഈ ബോർഡിലേക്ക് ഈ ബോർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ സോൾഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം വേ ഈ PCBയിൽ ഒരു ആരോ മാർക്കുണ്ട്. അപ്പോൾ അത് തമ്മിൽ വരത്തക്ക രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ബോർഡൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അതിൻ്റെ സോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് PCBയിലേക്ക് ഇത് ഇറക്കി വയ്ക്കണം. അതിന് മാർക്ക് ചെയ്തിരിക്കുന്നത് പോലെ പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ് വെച്ചതിന് ശേഷം സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, ക്രിസ്മസ് ട്രീ സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് സ്വിച്ചും അതിൻ്റെ കണക്റ്റും സോൾഡർ ചെയ്യേണ്ടതായിരുന്നു. അത് വിട്ടുപോയി, സോറി ഫോർ ദാറ്റ്. അപ്പോൾ അത് നമുക്കൊന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അസംബ്ലിങ് പൂർത്തിയായി. പക്ഷേ ഗ്രീൻ LEDs ഒന്നും തന്നെ തെളിയുന്നില്ല. അപ്പോൾ ജസ്റ്റ് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വോൾട്ടേജ് കറക്റ്റായി തന്നെ എത്തുന്നുണ്ട്. പക്ഷേ LEDs ഒന്നും തന്നെ തെളിയുന്നില്ല. ഇപ്പോൾ ഇനി വേറൊരു LED ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റൊരു LED കൊടുക്കുമ്പോഴും തെളിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് LEDs ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. അൺഫോർച്ചുനേറ്റ്ലി ഗ്രീൻ LEDs ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല. ഗ്രീൻ LEDs വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ ഗ്രീൻ LEDsഉം റെഡിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. അതല്ലാതെ വേറെ ഓപ്ഷൻ തൽക്കാലം കാണുന്നില്ല. ഓക്കെ, നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ അസംബ്ലിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഗ്രീൻ LEDsഉം ചേഞ്ച് ചെയ്ത് റെഡ് LEDs ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പവർ സപ്ലൈ കൊടുത്തപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് LED ട്രീ കൃത്യമായി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായൊരു ക്രിസ്മസ് ട്രീ ആണിത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ബാറ്ററിയിലും പവർ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 ബാറ്ററീസിലൊക്കെ വർക്ക് ചെയ്യും. 4.5 വോൾട്ടാണ് ഞാനിപ്പോൾ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.